ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PC-യിൽ സിസ്റ്റത്തിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. tuneskitൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. വളരെ സ്മൂത്തായിട്ടും വളരെ ഈസി ആയിട്ടും നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് tuneskitൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പ്. സോ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് അവരുടെ വെബ്സൈറ്റ്, tuneskitൻ്റെ വെബ്സൈറ്റ്. പടിയിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ tuneskitൻ്റെ സ്ക്രീൻ റെക്കോർഡർ കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ആയിട്ട് വരും. ജസ്റ്റ് 28 MB മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പേസ് ഫില്ലാവുന്നുള്ള ആ ഒരു പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങളിവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് എസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവരുടെ അഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക. ജസ്റ്റ് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ആപ്പ്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്ക്രീൻ റെക്കോർഡിംഗ് മാത്രമല്ല വരുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഓഡിയോ റെക്കോർഡിങ്ങും ഉണ്ട്, വെബ് ക്യാമിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, വിൻഡോ റെക്കോർഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഗെയിം റെക്കോർഡിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതിനുശേഷം നമുക്കിവിടെ 4 ഓപ്ഷൻസ്, മെയിനായിട്ടുള്ള 4 ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ജസ്റ്റ് എത്ര റേഷ്യോയിൽ, അതായത് സ്ക്രീനിൻ്റെ എത്ര ഭാഗത്തൊക്കെയാണ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇത് ചോദിക്കുന്നത്. ജസ്റ്റ് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് എവിടേക്കാണോ റെക്കോർഡ് ചെയ്യേണ്ടത്. കണ്ടോ, അപ്പം ഞാനിവിടെ 854 ക്ലിക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രമേ നമുക്കിവിടെ റെക്കോർഡായിട്ട് കിട്ടുള്ളൂ. കണ്ടോ, അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യണം ജസ്റ്റ് അവിടെ ഇത് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് അവിടെ മാത്രം റെക്കോർഡായിട്ട് കിട്ടും. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ സ്ക്രീനാണ്. അതാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും റെക്കോർഡായിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനാണ് വെബ് ക്യാമിൻ്റെ ഓപ്ഷനാണ്. ജസ്റ്റ് അത് എനിക്ക് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വെബ് ക്യാം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനാണ് സിസ്റ്റത്തിൻ്റെ റെക്കോർഡിങ്, സിസ്റ്റത്തിൻ്റെ ഓഡിയോ എത്ര ഭാഗത്ത് റെക്കോർഡ് ചെയ്യണമെന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. സോ ജസ്റ്റ് ആദ്യമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൻ്റെ റെക്കോർഡിങ് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൈക്രോഫോണാണ് നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന മൈക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത് വരുന്നത്. സോ ജസ്റ്റ് അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. ജസ്റ്റ് വോയിസ് ഓവറൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, ഇൻസ്റ്റൻറ്റ് വോയിസ് ഓവറൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ജനറൽ തന്നെ ബേസിക് ആയിട്ട് വരുന്ന സെറ്റിങ്സ്, എല്ലാ ആപ്പിലും ബേസിക് ആയിട്ട് വരുന്ന സെറ്റിങ്സാണ് ഇവിടെ വരുന്നത്. അതായത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആദ്യം തന്നെ പോകണം, അതായത് അതെല്ലാം റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഓപ്ഷൻസാണ് ജനറലിൽ വരുന്നത്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യണം, നിങ്ങളുടെ ഓഡിയോ എവിടെ റെക്കോർഡ് ചെയ്യണം, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു ഫോട്ടോസൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ വീഡിയോ ഏതൊക്കെ ഫോർമാറ്റിൽ റെക്കോർഡായത് കിട്ടണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. MOV ഉണ്ട്, MKV ഉണ്ട്, AV ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് MP4 ആണ്. ഓക്കെ, അതിനുശേഷം HD വീഡിയോ എന്ന് പറയുന്ന MP4 ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് MP4 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയാണ്. അതിനുശേഷം ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിവൈസിൽ നിങ്ങൾക്ക് ഇത് റെക്കോർഡായിട്ട് കിട്ടണം, അതായത് ആ ഒരു ഡിവൈസിൻ്റെ സ്ക്രീനിൽ വർക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡിങ്സാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് MP4 ആണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് മതി. അതിനുശേഷം നമുക്കിവിടെ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓഡിയോ ഏതൊക്കെ ഫോർമാറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാനെപ്പോഴും MP3 ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ വെബ് ക്യാം ആണ്. വെബ് ക്യാമിൻ്റെ ഓപ്ഷൻസാണ് വരുന്നത്. എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എൻ്റെ സിസ്റ്റത്തിന് വെബ് ക്യാം ഇല്ല. അതുകൊണ്ട് തന്നെ
ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾക്ക് എത്ര റെസൊല്യൂഷനിലാണ് പിന്നെ എത്ര ഫ്രെയിം റേറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 60 ഫ്രെയിം റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കിളിലാണോ റെക്റ്റാങ്കിളിലാണോ റെക്കോർഡ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് വെബ് ക്യാം ഉള്ളവർ അത് ജസ്റ്റ് നോക്കുക. അതിനുശേഷം മൗസിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൗസ് എങ്ങോട്ടൊക്കെ പോയിൻ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഒരു യെല്ലോ മാർക്ക് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ, അതായത് ഒരു ക്ലിക്ക് എഫക്റ്റ് കിട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുത്താൽ ആ ഒരു ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസും അവിടെ വരുന്നുണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഹോട്ട് കീ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഷോർട്ട് കീസാണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു കീസെല്ലാം നിങ്ങൾ പഠിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ F8 ആണ് നമുക്കിവിടെ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാനുള്ള ബട്ടൺ. അതേപോലെ തന്നെ പൗസ് ചെയ്യാനുള്ള ബട്ടനാണ് F7. സ്ക്രീൻഷോട്ടിനാണെങ്കിൽ F6 ആണ്. അങ്ങനെ ന്യൂ ഫോൾഡർ ഉണ്ടാക്കാനാണെങ്കിൽ Alt+N ആണ്. പിന്നെ വെബ് ക്യാം ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനാണെങ്കിൽ F9 ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്ലോട്ടിംഗ് ടൂൾ ബാർസ് ഒക്കെ ആണെങ്കിൽ F10 ക്ലിക്ക് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട്സ് പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് ബൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ബൈ ചെയ്യാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബൈ നൗ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പെയ്ഡ് വെർഷൻ ബൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഫ്രീ ട്രയൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വീഡിയോ റെക്കോർഡായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രീന് മൊത്തത്തിൽ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് എവിടെ പോകണോ അവിടെയൊക്കെ ജസ്റ്റ് നോക്കിയിട്ടൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ ആ ഒരു ഷോർട്ട് കീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. F8 ആണ് നമുക്ക് ഈ ഒരു റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കീ. സോ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്കിവിടെ നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പൗസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ക്രീൻ ഷോട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഓട്ടോ സ്റ്റോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്, മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നെങ്കിൽ F8 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റോപ്പായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഇത് സേവ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോ ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. സോ എത്ര വരുന്നുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് തന്നെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതും HD ക്വാളിറ്റിയിൽ. സോ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ആപ്പാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പ്, ട്യൂൺസ്കിറ്റിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്പ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.